തയാ പുരുഷമുക്തസ്തു കുപിതോ രാഘവാനുജ സവികാംക്ഷൻ ഭ്രംശം രാമം പ്രദസ്ഥയേ നചിരാദിവ തഥാ സാധ്യ ദശഗ്രീവ ക്ഷിപ്രമന്ദമാസ്ഥിത. അതായത് സീതയുടെ പുരുഷവാക്യങ്ങൾ കേട്ടിട്ട് ഒരേ സമയത്ത് തന്നെ ദുഃഖിതനും കോപിഷ്ഠനുമായി ഭവിച്ച ലക്ഷ്മണൻ കൂടുതലൊന്നും ചിന്തിക്കാത്തവനായിട്ടും സമയം കളയാതെയും രാമന്റെ അടുക്കിലേക്ക് പോകുന്നവനായി. മറിഞ്ഞിരുന്ന രാവണൻ പെട്ടെന്ന് തന്നെ താപസ വേഷത്തിൽ വൈദേഹിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ഭംഗിയുള്ള കാവ്യവസ്ത്രം ധരിച്ച് ജട ഉച്ചിയിൽ കെട്ടിവെച്ചവനും ഓലക്കുടയും മെതിയടിയും ധരിച്ചവനും ഇടതു തോളിൽ ബാണവും ഇടതു കൈയിൽ ദണ്ടും കമണ്ഡലവും ചേർത്ത് പിടിച്ചിരിക്കുന്നവനായി സന്യാസി വേഷത്തിൽ ദശഗ്രീവൻ വൈദേഹിക്ക് മുന്നിൽ വന്നു നിന്നു. അപ്പൊ ഇന്നലെ ഞാൻ നിർത്തിയിരുന്ന ഒരു ചോദ്യം ചോദിക്കട്ടോ. ഇന്ദ്രധനുസ് പൊളിച്ചതാരി? ഞാൻ അങ്ങോട്ട് പോയിട്ട് ലയിച്ചിരിക്കും. ഞാൻ കണ്ടിട്ടായിരിക്കും. നിനക്കറിയോ? ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നേരത്തെ. നിനക്ക് നീ എന്ത് പറയുന്നത്? ഞാനിപ്പല്ലേ വന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് രാമായണം സമാപ്തം. കണ്ടിരിക്കും ജനത്തിനെ മൊബൈൽ തോണ്ടിക്കുന്നതും ഭവാൻ, തോണ്ടി കളിക്കും ജനത്തിനെ രോഗം വരുത്തുന്നതും ഭവാൻ.